जब जब मधुबन की ओर आए, प्रत्यक्ष तेरे गुण हम पाए। जब जब मधुबन की ओर आए, प्रत्यक्ष तेरे गुण हम पाए। हर बात तेरी देती है शिक्षा, कर्म तुम्हारे दिखाती है। मीठा मधुबन देख के बाबा, याद तुम्हारी आती है। ഓം ശാന്തി. ഇന്ന് നമ്മൾ കമൽ സുന്ദരി ദാദിയുടെ അനുഭവങ്ങൾ കേൾക്കാൻ പോവാണ്. കമൽ സുന്ദരി ദാദി ദേവതാ ദാദി എന്നാണ് അറിഞ്ഞിരുന്ന യജ്ഞത്തിൽ. കമൽ സുന്ദരി ദാദിയാണ് നമ്മുടെ ബാബയുടെ വീട് പാലക്കാട് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ചെയ്തത് 1996 ഓഗസ്റ്റ് 8 ഒഫീഷ്യൽ സെൻറ്റർ ആരംഭിക്കുമ്പോൾ സെൻറ്ററിൻ്റെ ഇനാഗ്രേഷൻ ദാദി ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് ദാദിയെക്കുറിച്ച് കേൾക്കാം. ദാദി കമൽ സുന്ദരി മീററ്റിലിരുന്നു കൊണ്ടാണ് സേവനം ചെയ്തിരുന്നത്. യജ്ഞത്തിലെ പ്രസിദ്ധയായ സന്ദേശിയായിരുന്നു. ദാദിയിലൂടെ സത്യയുഗത്തിൻ്റെ അനേക രഹസ്യങ്ങൾ തുറക്കപ്പെട്ടു. അതിനാൽ ദാദിയെ എല്ലാവരും ദേവതാ ദാദി എന്നാണ് വിളിച്ചിരുന്നത്. ദേവതാ ദാദി വളരെ പവർഫുൾ യോഗിയായിരുന്നു. ബാബയോടൊപ്പം ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയറായിരുന്നു. ദാദിയുടെ രോമരോമങ്ങളിൽ യജ്ഞത്തോടുള്ള പ്രേമം നിറഞ്ഞിരുന്നു. ചെലവ് ചുരുക്കി ജീവിക്കുന്ന സംസ്കാരം ദാദിയിൽ ഉറച്ചതായിരുന്നു. അവസാന നിമിഷം വരെ കർമ്മനിരതമായിരുന്നു. സമ്പൂർണ്ണ നഷ്ടമോഹ സമയത്തിന് മൂല്യം നൽകിയിരുന്നു. ബാബയുടെ നിയമങ്ങളിലും മര്യാദകളിലും വളരെ ദൃഢത ദാദിക്കുണ്ടായിരുന്നു. അന്തിമസ്ഥിതി ഉപരാമവസ്ഥയായിരുന്നു. ഏപ്രിൽ 8, 2007 ദാദി തൻ്റെ പഴയ ശരീരം വിട്ട് ബാബ് ദാദയുടെ മടിത്തട്ടിലേക്ക് പോയി. ദാദിജി തൻ്റെ മർജീവ ജന്മത്തിൻ്റെ അനുഭവം പറയുകയാണ്. क्या बताऊं, सारे कल्प में वर्तमान जीवन एक बहुत ही अजीब जीवन है. ദാദി പറയണത്, ഞാൻ എന്താ പറയുക, മുഴുവൻ കൽപ്പത്തിലും ഈ വർത്തമാന സമയത്തെ ജീവിതം, സംഗമയുഗി ബ്രാഹ്മണ ജീവിതം ഏറ്റവും സുന്ദരമായ വണ്ടർഫുൾ ലൈഫാണ് ബാബ തന്നത്. मैंने इस जीवन में 4 बार जन्म लिया.
എനിക്ക് ഈ ജീവിതത്തിൽ 4 തവണ ജന്മം കിട്ടി. 4 ജന്മം എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ജന്മം എല്ലാവർക്കും ഉണ്ട്. ശരീരം എടുത്ത ജന്മം എല്ലാവരുടേതുമാണ്. അത് ശാരീരിക ജന്മമാണ്. അതിനുശേഷം മാതാപിതാവിൻ്റെ ലാളനകളും പാലനകളും കൊണ്ട് നമ്മളെല്ലാവരും വളരുന്നു. പിന്നീട് വിവാഹിതരാകുന്നു. വിവാഹം കഴിക്കുന്നതോടുകൂടി 2ാം ജന്മം കിട്ടുകയാണ്. അതിനെ ഞാൻ 2ാം ജന്മം എന്നേ പറയൂ. കാരണം ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചൊരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുക അർത്ഥം ഒരു പുതിയ ജന്മം എടുക്കുക തന്നെയാണ്. നമ്മൾ ഒരു ചെടി വെച്ച് പറിച്ച് നടുന്നത് പോലെ തന്നെയാണല്ലോ. വിവാഹത്തിന് ശേഷം അച്ഛനമ്മ സ്വന്തം ബന്ധുമിത്രാദികളുടെ അടുത്തു നിന്നെല്ലാം മാറി പുതിയൊരു വീട്, അതുവരെ കാണാത്തൊരു ലോകത്തേക്ക്, അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പതി, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ അടുത്തേക്ക് പോയി അവരിലൊരാളായിട്ട് ജീവിക്കണം ഒരു പെൺകുട്ടിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു 2ാം ജന്മമാണ്. കാരണം അതുവരെയുള്ള കന്യകാ ജീവിതം, നിശ്ചിന്ത ജീവിതം, സ്വതന്ത്ര ജീവിതം, ആലസ്യവും അശ്രദ്ധയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പവിത്ര ജീവിതവും അവിടെ സമാപ്തമാക്കുകയാണ്. അതിനുശേഷം ജീവിതം പരാധീനമാക്കുകയാണ്. സ്വാതന്ത്ര്യം പോയി അധീന ജീവിതമാണ്. ചിന്തകൾ നിറഞ്ഞ ജീവിതമാണ്. പിന്നീട് കന്യകാ ജീവിതത്തിൻ്റെ നിശ്ചിന്തത മാറിയിട്ട് ഉത്തരവാദിത്വം നിറഞ്ഞ ജീവിതം ഏറ്റെടുക്കലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചുവടിൽ മറ്റുള്ളവരെന്ത് പറയുന്ന എല്ലാം കേൾക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ത്യാഗം ചെയ്യേണ്ടി വരും. അതാണ് 2ാം ജന്മം. दादी പറയണ ये 2 जन्म तो प्राय हर एक नारी को इस कलयुगी विकारी संसार में लेना ही पड़ता है. ഈ 2 ജന്മങ്ങളും പൊതുവെ എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ കലിയുഗി വികാരി ലോകത്തിൽ ഈ 2 ജന്മങ്ങളിലൂടെ തീർച്ചയായും കടന്നു പോകേണ്ടി വരും. പക്ഷേ मैंने 2 जन्म इनके अलावा ले लिए. പക്ഷെ ദാദി പറയണ എനിക്ക് ഈ 2 ജന്മമല്ല, ഈ 2 ജന്മവും കഴിഞ്ഞിട്ട് ഇനി 2 ജന്മവും കൂടി എനിക്ക് കിട്ടി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് കൂടാതെ 2 ജന്മമോ? അതേതാണ്? 2 और ജന്മം, അടുത്ത 2 ജന്മങ്ങളെക്കുറിച്ച് ദാദി പറയണം. ഈ ഈശ്വരീയ ജ്ഞാനം പ്രാപ്തമായപ്പോൾ, ഇപ്പോൾ ബാബയെ കിട്ടിയോ, അതോടുകൂടി പുതിയൊരു ജന്മം ആരംഭിക്കുകയാണ്. ഇതിനെ ഞാൻ 3ാമത്തെ ജന്മം എന്ന് എന്തുകൊണ്ടാണ് പറയണതെന്നറിയോ? ഇത് പുതിയ ജന്മമാണ്. കാരണം പരംപിത പരമാത്മാവിനെ മാതാപിതാവായിട്ട് കിട്ടി. മീരയെ പോലെ വികാരി ലോകം, വികാരി ജീവിത രീതികൾ, വികാരി ലോകത്തിൻ്റെ കുലമര്യാദകളെല്ലാം വിട്ട് പരംപിത പരമാത്മാ സദ്ഗുരുവിൻ്റെ ശ്രീമതപ്രകാരം ജീവിക്കാൻ തുടങ്ങി. ദേഹബന്ധങ്ങളെ മറന്ന് മാമേകം ശരണം വ്രജ സർവധർമ്മ പരിത്യാജ്. ഈ മന്ത്രം അനുസരിച്ച് ബാബയോടൊപ്പം ആത്മിക് ബന്ധത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. മേരെ തോ ഗിരിധർ ഗോപാൽ ദൂസരാ ന കോയി.
എൻ്റേത് ഒരേ ഒരു ഗിരിധര ഗോപാലനാണ്, ഒരേ ഒരു ഭഗവാനാണ് എൻ്റേത്. ഈ വചനം നിറവേറ്റുന്നതിന് വേണ്ടി ബുദ്ധിമേ ഏക പതിവ്രത നാരീക്ക് തരഹ്, പാതിവൃത്യത്തിൽ ജീവിക്കുന്ന ഒരു നാരിയെപ്പോലെ നിരാകാരനായ പരംപിത പരമാത്മാവിനെ മനസ്സിൽ ഏറ്റിയിട്ട് ഈ സംസാർ കി വിനാശി നാത്തെ, ഈ ലോകത്തിലെ എല്ലാ നശിക്കുന്ന ബന്ധങ്ങളെയും കർമ്മോ കെ ഖാത്തെ ഭുലാന പടേ. അങ്ങനെയുള്ള വികാരി ലോകത്തിലെ, വിനാശി ലോകത്തിലെ കർമ്മങ്ങളുടെ കണക്കുകളെല്ലാം വിട്ട് ഈശ്വരനോടൊപ്പം ബന്ധം നിറവേറ്റുന്ന പാതിവൃത്യം നിറഞ്ഞ ജീവിതം, പവിത്ര ജീവിതം, എൻ്റേതൊരേ ഒരു ബാബ. ദാദി പറയണ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ജീവിതം, മൂന്നാം ജന്മം. ഏ മർന ഭി കഠിൻ ഥാ, ഈ മൂന്നാം ജന്മം എടുക്കുക, പഴയതിൽ നിന്ന് മരിച്ച് ബാബയുടേതായി ജീവിക്കിയത് നല്ല കഠിന ജീവിതം തന്നെയായിരുന്നു. ദേഹവും ദേഹത്തിൻ്റെ ലോകവും മറക്കാൻ ദാദി പറയുന്ന അത്ര എളുപ്പമല്ല ആർക്കും. और जन्म लेना भी कठिन था, ദേഹബോധത്തെ മറക്കാനും ബാബയുടെ മടിയിൽ ജനിക്കാനും ജീവിക്കാനും നല്ല കാഠിന്യമുണ്ടായിരുന്നു. क्योंकि मैंने पहले 2 जन्म लिए थे, കാരണം ആദ്യത്തെ 2 ജന്മത്തിലൂടെ ഞാൻ കടന്നു പോയിരുന്നു. നേരത്തെ ഞാൻ നിങ്ങളോട് വർണ്ണിച്ചിരുന്നുവല്ലോ, ഒന്ന് ശരീരം കൊണ്ട് മാതാപിതാവിനെ ജനിച്ചത്, രണ്ടാമത്തത് വിവാഹ ജീവിതം. ഈ 2 ജന്മങ്ങൾക്ക് ശേഷം ഈ മൂന്നാമത്തെ ജന്മത്തിലേക്ക് വന്നപ്പോൾ ഈ മൂന്നാം ജന്മം എടുക്കാനും പഴയ 2 ജന്മങ്ങളിൽ നിന്ന് മരിക്കാനും ദാദി പറഞ്ഞ് നല്ല കാഠിന്യം, കടുപ്പം എനിക്ക് തോന്നിയിരുന്നു. ഉന്മേ ഇത്തന സഹൻ നഹിം കർനാ പടാ, കാരണം ആദ്യത്തെ 2 ജന്മങ്ങളിൽ എനിക്ക് വളരെയധികം സഹിക്കേണ്ടിയൊന്നും വന്നില്ല. ബുദ്ധിക്ക് പുരുഷാർത്ഥവും വേണ്ടിയിരുന്നില്ല. അലൗകിക ജന്മത്തിലെ മർജീവ ജന്മം എടുക്കുന്നതിന് ചെയ്ത പുരുഷാർത്ഥമോ സഹനമോ ഒന്നും തന്നെ ആദ്യത്തെ 2 ജന്മങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇസ് അലൗകിക് ജീവൻ മേ, പക്ഷേ ഈ അലൗകിക ജീവിതത്തിൽ വർത്തമാന കലിയുഗി വികാരി ലോകത്തെ ബുദ്ധി കൊണ്ട് മറന്ന് മനസ്സുകൊണ്ട് മന്മനാഭവയാകാൻ വേണ്ടി ചെയ്യേണ്ടുന്ന പുരുഷാർത്ഥം, എല്ലാ ലൗകിക ബന്ധങ്ങളെയും ബന്ധുക്കളെയും കണ്ടുകൊണ്ട് ബുദ്ധി അവരിലേക്ക് പോകാതെ, ബുദ്ധി കൊണ്ട് ദേഹബന്ധങ്ങളെ സ്മരിക്കാതെ അവിനാശിയായ ആത്മീയ ബന്ധത്തെ ഓർമ്മിച്ച് ജീവിക്കണമായിരുന്നു. ജന്മജന്മാന്തരങ്ങളായി ആത്മാവിൽ ദേഹബോധത്തിൻ്റെ ബന്ധങ്ങൾ ഉറച്ചു പോയിരുന്നു. അതുകൊണ്ട് ദേഹത്തിൻ്റെയും ദേഹധാരികളുടെയും ആ ഉറച്ചുപോയ ബോധം മാറ്റിയെടുക്കാൻ, എന്നിട്ട് ആത്മീയ ബന്ധം കൂട്ടിച്ചേർക്കാൻ ദാദി പറയണ ഇതിന് നല്ല പ്രയത്നം വേണ്ടി വന്നു. ये भी एक तरह से मरना और एक तरफ से जीना था. ഇത്രയും ഉറച്ചുപോയ ബോധമായതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് ആത്മീയ ബന്ധത്തിലേക്ക്, ബോധത്തിലേക്ക് വരാൻ വളരെ നല്ല കഠിന പരിശ്രമമായിരുന്നു. ഒന്ന് കളയണം, മറ്റൊന്ന് ജീവിക്കണം. ദേഹബോധം കളയണം, ആത്മബോധത്തിൽ, ആത്മീയ ബന്ധുത്വത്തിൽ ജീവിക്കണം.
ദാദി പറയണേ ഇത് നല്ല കഠിന പ്രയത്നം തന്നെയായിരുന്നു. കാല് ഭൂമിയിൽ സ്പർശിക്കുമ്പോഴും ബുദ്ധി കൊണ്ട് ബുദ്ധിയുടെ കാല് ദേഹവും ദേഹബോധത്തിൽ നിന്ന് ഉപരിയാക്കി വയ്ക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണമായിരുന്നു. ഓർത്തൊക്ക സ്വയം അപ്പനി ദേഹക്കോ, ദാദി ചോദിക്കുന്ന ഇതൊക്കെ എന്താ ചില്ലറ കാര്യമായിരുന്നോ? സ്വന്തം ദേഹത്തെ തന്നെ, ആത്മാവി ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ദേഹത്തെ മറന്ന് വിദേഹിയാകാനുള്ള അഭ്യാസം ചെയ്യണമായിരുന്നു. ഓരോ ചുവടിലും പതിയുടെയും പതി പരമേശ്വരനെ ഓർമ്മിച്ച് എന്ത് ശ്രീമതം നൽകുന്നുവോ അതിലൂടെ തന്നെ നടക്കുക. ഇതിനു വേണ്ടി മനസ്സിനെ വളരെയധികം മാറ്റിയെടുക്കണമായിരുന്നു. അപ്പോൾ ദാദി പറയുന്നത് ഇത് ചില്ലറ പുരുഷാർത്ഥമായിരുന്നില്ല. മനസ്സിനെ അടക്കി ഒതുക്കി ഈ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിപ്പിക്കുന്ന തരത്തിൽ മനസ്സിനെ ഡിസിപ്ലിൻഡാക്കി കൊണ്ടുവരിക ഇത് ചെറിയ കാര്യമായിരുന്നില്ല. പുരാനെ സിർ കോ കാട്ട് കർ, ദാദി അതിനെക്കുറിച്ച് പറയണേ. അതായത് പഴയ തല അർത്ഥം പഴയ ബുദ്ധിയെ മുറിച്ച് വയ്ക്കുക. അതിനെ മുറിച്ച് താഴെ വെച്ചിട്ട് ദിവ്യബുദ്ധി ദാതാവായ പരംപിത പരമാത്മാവിലൂടെ കിട്ടിയ പുതിയ തല എടുത്ത് ഫിറ്റ് ചെയ്യുക. പഴയ തല മുറിച്ച് താഴെ വയ്ക്കുക. ബാബ തന്ന പുതിയ തല അർത്ഥം ദിവ്യബുദ്ധി, ആ തലയെടുത്ത് ഫിറ്റ് ചെയ്യുക. ഇതൊരു വണ്ടർഫുള്ളായ കാര്യമല്ലേ? എത്ര പ്രയത്നം ഇതിനു വേണ്ടിയിരുന്നു. इसलिए ही तो इस जीवन को मर जीवा जन्म कहा गया. അതുകൊണ്ട് തന്നെയാണ് ബാബ ഈ ജന്മത്തിന് മർ ജീവ ജന്മമെന്ന് വിളിക്കുന്നത്. ഇസ് ജനം കെ കാരൺ ഹി സച്ചേ ബ്രാഹ്മണോ ഗോ, അതുകൊണ്ട് തന്നെയാണ് സത്യമായ ബ്രാഹ്മണനെ ദ്വിജൻ എന്ന് വിളിക്കണം. കാരണം ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ശൂദ്രജന്മത്തിൻ്റെ തല അല്ല, ആ ശിരസ് ഛേദിക്കുക, ബ്രാഹ്മണൻ്റെ തലയെടുത്ത് വയ്ക്കുക. അതുകൊണ്ടായിരിക്കണം ഗണേശൻ്റെ ചിത്രത്തിലും കാണിക്കണം, പഴയ തല മുറിച്ച് കളഞ്ഞു അല്ലേ, മഹാരഥിയുടെ തലയെടുത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അവ പറയുന്നത് മർജീവ ജന്മമാണ്. അപ്പോഴേ നമ്മൾ വിഘ്നവിനാശക ഗണേശനാകുന്നുള്ളൂ. ബാബ നൽകുന്ന ജ്ഞാനത്തല വെച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ വിഘ്നങ്ങളെയും അതിജീവിക്കാൻ ഉള്ള കരുത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണരെ ദ്വിജൻ, രണ്ടാം ജന്മമെടുത്തവർ എന്ന് വിളിക്കാൻ കാരണം. ഗോയ ശൂദ്ര ജീവൻ ക അന്ത്, ആര്യബ്രാഹ്മണൻ ശൂദ്ര ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ച് ബ്രാഹ്മണ ജീവിതം ആരംഭിച്ചവർ. അതായത് കീടാവസ്ഥയിൽ നിന്ന്, പുഴുവിൽ നിന്ന് അല്ലേ പൂമ്പാറ്റയായിട്ട് പരിവർത്തനപ്പെട്ടവർ. അത്രയും മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. അപ്പം ദാദി പറഞ്ഞ അതുകൊണ്ടാണ് ബാബ ഇതിനെ മർജീവ ജന്മം എന്ന് വിളിക്കുന്നത്. അതീന്ദ്രിയ സുഖ വാല ജീവൻ, ബഹുത് സെ യജ്ഞവത്സോനെ ഏ ജനം ലിയ. ദാദി പറയണ യജ്ഞത്തിൽ അനേകം മക്കൾക്ക് ഈ ജന്മം കിട്ടി. അതേപോലെ എനിക്കും ഈ അലൗകിക ജന്മം അഥവാ ജീവിതം കിട്ടി. ബ്രഹ്മമുഖവംശാവലി അർത്ഥം ബ്രഹ്മബാബയുടെ മുഖകമലത്തിലൂടെ, അതായത് ജ്ഞാനത്തിലൂടെ ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിയുമായി
അനേകം മക്കൾക്ക് ജന്മം കിട്ടി. യജ്ഞപിതാവും യജ്ഞമാതാവും നമ്മളെ ലാളിച്ച് പാലന ചെയ്ത് പഠിപ്പിക്കാനും ആരംഭിച്ചു. ബഡി ആയു ഹൊത്തെ ഹുയേ ഭി, ശരീരം കൊണ്ട് എല്ലാവരുടെയും പ്രായം കൂടുതലായിരുന്നുവെങ്കിലും ഈശ്വരീയ ഗുരുകുലത്തിൽ നമ്മുടെ വിദ്യാർത്ഥി ജീവിതം, അലൗകിക ബ്രാഹ്മണ ജീവിതത്തിൽ ന്യാര പ്യാര വിദ്യാർത്ഥി ജീവിതമാണ്. എല്ലാറ്റിൽ നിന്നും വേറിട്ട എന്നാൽ സർവർക്കും പ്രിയപ്പെട്ട നിശ്ചിന്ത വിദ്യാർത്ഥി ജീവിതം ആരംഭിച്ചു. ഈശ്വരീയ വിദ്യയുടെ അധ്യയനത്തിൽ ബിസിയായി. ബ്രഹ്മബാബയും സരസ്വതി മാതാവും മക്കളെ അഡോപ്റ്റ് ചെയ്തു. അവരുടെ ദത്തുപുത്രന്മാരായി പുത്രിമാരായി യജ്ഞവത്സർ വളരാൻ ആരംഭിച്ചു. दादी प्रेरणा हो ये अलौकिक जीवन के सुख का क्या वर्णन करें. ബാബയുടെയും അമ്മയുടെയും മക്കളായി ബ്രഹ്മകുമാർ കുമാരിമാരായി നമ്മൾ ജീവിക്കുമ്പോൾ ഈ അലൗകിക ബ്രാഹ്മണ ജീവിതത്തിലെ അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ദാദി പറയും, ഞാൻ എങ്ങനെ വർണ്ണിക്കും നിങ്ങളോട്. നിത്യവും ജ്ഞാനത്തിൻ്റെ മധുരമധുരമായ അമൃത് കുടിച്ച് അലൗകിക പാരലൗകിക പിതാവ് ബ്രഹ്മബാബയും ശിവബാബയും നിസ്വാർത്ഥ ആത്മീയ സ്നേഹം നൽകി ഈശ്വരാർപ്പണമായ ധനത്തിലൂടെ സത്യമായ ബ്രാഹ്മണരിലൂടെ ഉണ്ടാക്കിയ പവിത്രമായ ബ്രഹ്മഭോജനം കഴിച്ച് ഈശ്വരീയ കുടുംബത്തിൽ ജീവിച്ച് പുതിയ തരത്തിലുള്ള ഒരു കുട്ടിക്കാലം, ഈശ്വരീയ കുട്ടിക്കാലം ഹമേ കഭി സ്വപ്ന മേ ഭി നഹീ ഭൂൽ സക്താ. ദാദി പറയണേ, അങ്ങനെ യജ്ഞത്തിൽ ഞങ്ങൾ ജീവിച്ച ഈശ്വരീയ കുട്ടിക്കാലത്തെ സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്തതാണ്. അതീന്ദ്രിയ സുഖം നിറഞ്ഞ ജീവിതം, അതാണ് ബ്രഹ്മവത്സർക്കെല്ലാം യജ്ഞത്തിൽ ലഭിച്ചത്. അതായിരുന്നു മൂന്നാമത്തെ ജന്മം. പക്ഷേ എനിക്ക് നാലാമതൊരു ജന്മം കൂടെ കിട്ടി. मेरा जो 14 जन्म हुआ वो किसी ने ही पाया है. ദാദി പറയുന്ന ബ്രാഹ്മണരും നിറയെ പേരുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിൽ തന്നെ അതീന്ദ്രിയ സുഖം ലഭിച്ച ബ്രാഹ്മണർ കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ദാദി പറഞ്ഞു, എനിക്ക് അതീന്ദ്രിയ സുഖവും കിട്ടി. അതുകൂടാതെ നാലാമത്തെ ജന്മം, ഇത് അപൂർവം ബ്രാഹ്മണർക്ക് മാത്രം കിട്ടിയതാണ്, നാലാം ജന്മം. അതെന്താണ് ആ നാലാം ജന്മം അല്ലേ? 3 ജന്മത്തെക്കുറിച്ച് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാദി പറയണേ, എനിക്ക് നാലാമതൊരു ജന്മം കിട്ടി. അതിനെക്കുറിച്ച് നമുക്ക് നാളെ കേൾക്കാം. ദാദിക്ക് കിട്ടിയ 4ാം ജന്മമായതാണ്. ഈ 4ാം ജന്മത്തെക്കുറിച്ച് കുറച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആദിദേവചരിതത്തിൽ. ആദിദേവചരിതം കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. അതിൽ കമൽ സുന്ദർ ദാദി കുറച്ച് അനുഭവം പറഞ്ഞു. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ ആദിദേവനിൽ. ഇപ്പം നമുക്ക് നമ്മുടെയും അലൗകിക ബ്രാഹ്മണ ജന്മത്തെ ഓർമ്മിക്കാം. നമുക്കെല്ലാവർക്കും ഈ 3 ജന്മം അല്ലേ? ഒന്ന് ശരീരം കൊണ്ടുള്ള ജന്മം, കുറേയധികം പേര് വിവാഹിതരായി 2ാം ജന്മത്തിൽ പോയവരുണ്ട്. പിന്നെ അലൗകിക ജന്മം, ബാബയുടെ മക്കളായി ആ ജന്മം നമുക്ക് എല്ലാവർക്കും കിട്ടി. പക്ഷേ ഇന്ന് ദാദി ഒരു പോയിൻ്റ് പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അലൗകിക ബ്രാഹ്മണ ജന്മത്തിൽ അതീന്ദ്രിയ സുഖം,
ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖത്തോടെ ഈശ്വരീയ സന്താനമായി ജീവിക്കുക. നമുക്ക് നമ്മുടെ അതീന്ദ്രിയ സുഖമയ ജീവിതത്തെ സ്മരിക്കാം. ഈ ജീവിതം നൽകിയ പരംപിതാ പരമാത്മാ ശിവബാബയും അലൗകിക മാതാവ് ബ്രഹ്മബാബയും യജ്ഞമാതാവ് മാതേശ്വരി മമ്മയും യജ്ഞത്തിലെ സർവപൂർവികരും നമുക്ക് ഈ അലൗകിക ജന്മം നൽകാൻ നിമിത്തമായ സർവബ്രാഹ്മണാത്മാക്കളെയും കൃതജ്ഞതയോടെ സ്മരിക്കാം. मीठा मधुबन देख के बाबा याद तुम्हारी आती है. मीठा मधुबन देख के बाबा याद तुम्हारी आती है. तेरी कर्म भूमि याद तुम्हारी दिलाती है. मीठा मधुबन देख के बाबा याद तुम्हारी आती है. जब जब मधुबन की ओर आए प्रत्यक्ष तेरे गुण हम पाए. जब जब मधुबन की ओर आए प्रत्यक्ष तेरे गुण हम पाए. हर बात तेरी देती है शिक्षा, कर्म तुम्हारे दिखाती है. मीठा मधुबन देख के बाबा याद तुम्हारी आती है. गूंजे मधुबन में मुरली प्यारी देती श्रीमत तुम्हारी न्यारी. गूंजे मधुबन में मुरली प्यारी देती श्रीमत तुम्हारी न्यारी. मधुबन के हर एक को